ഹലോ, ഫിനാൻസ് ക്ലാസിന്റെ അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതില് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് it is classified into 2, namely primary market and secondary market. Industrial securities market എന്ന് പറഞ്ഞാല് that market which is constituted with bond, debentures, equity shares and preference shares for the purpose of raising the required amount of capital for industrial purposes. പുതുതായിട്ട് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള ഇൻഡസ്ട്രീസിന് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്നോവേഷൻ, മോഡിഫിക്കേഷൻ, എക്സ്പാൻഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് പുതുതായിട്ട് രൂപീകരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസിന് എക്സ്പാൻഷൻ, മോഡിഫിക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇന്നോവേഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആവശ്യം വരുമ്പോൾ ഫർദർ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫർദർ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് ഞാൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ കളക്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയും. ആ മാർക്കറ്റിനെയാണ് 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാല് that market which is constituted primarily for the purpose of raising the required amount of capital, which may be a newly constituted organization or an existing organization which is issuing securities for the first time. 2 രൂപത്തിലാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുക. ഒന്നാമത് ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇനീഷ്യലി ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ അത് ആദ്യം തന്നെ ഷെയർസോ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ബോണ്ടോ ഇഷ്യൂ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് എങ്കിൽ അവര് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റാണ്. പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ബോണ്ടോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റാണ്. ആൻഡ് another option is when an existing organization for the purpose of modification, diversification, expansion, etc. to raise the required amount of capital in further activities, it issues the shares, debentures or bond, etc. It is also called a primary market. 10-15 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റീസെന്റ് ആയിട്ട് കുറെ ഡെവലപ്മെന്റ്സ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ട് ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ മാർക്കറ്റിനെ നമ്മൾ പറയുന്നത് പ്രൈമറി മാർക്കറ്റ് എന്നാണ്. അപ്പൊ പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആവാം, അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓർഗനൈസേഷൻ ആവാം, ഏതാണെങ്കിലും അത് ക്യാപിറ്റൽ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ സെക്യൂരിറ്റീസ് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ത്രൂ ദി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ലേറ്റർ ദേ അഡീഷണലി ഇൻട്രൊഡ്യൂസിംഗ് ദി ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇറ്റ് ഈസ് കോൾഡ് എ സെക്കൻഡറി മാർക്കറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആദ്യം കുറെ ഷെയർസ് സെക്യൂരിറ്റീസ് ഒക്കെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് കളക്ട് ചെയ്തിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻസഫിഷ്യന്റ് ആവുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് അത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് സെയിൽസ് നടത്തുകയാണെങ്കിൽ ദാറ്റ് മാർക്കറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇത്ര തവണ മാത്രമേ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര തവണ മാത്രമേ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ ആദ്യം ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ സെക്യൂരിറ്റീസിൽ കൂടി കളക്ട് ചെയ്തു. എന്നിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫർദർ ആക്ടിവിറ്റീസിന് വീണ്ടും ക്യാപിറ്റലിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കോ ഓർഗനൈസേഷൻസിനോ സെയിൽസ് നടത്തുകയാണെങ്കിൽ ആ മാർക്കറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ്. സാധാരണ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സെയിൽസ് നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റൊന്ന് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകള്, പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിപ്പോസിറ്ററി ഓർഗനൈസേഷൻസ്, അതേപോലെ തന്നെ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് വീണ്ടും ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ സെയിൽസ് നടത്തുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റീജിയണലായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഡിപ്പോസിറ്ററി ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുമ്പോൾ ആ മാർക്കറ്റിനെ നമ്മൾ പറയുന്ന പേര് സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ ബ്രീഫായിട്ട് പറഞ്ഞാല് ഒരു കമ്പനി അതിനാവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അവര് തന്നെ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്കറ്റിനെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. മറ്റൊരു ഏജൻസിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് classified into 2, namely the primary market and the second one is the secondary market. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓർ ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് നമ്മൾ ബാങ്കിങ്ങിലും വേറുള്ള പേപ്പറുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കമ്പനി ലോ വേറുള്ള പേപ്പറുകളിലൊക്കെ പറയുന്നതാണ്. ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റി മീൻസ് എ സെക്യൂരിറ്റി ഇഷ്യൂഡ് വിത്ത് ദ ഗ്യാരണ്ടി ഓഫ് ദി ഗവൺമെന്റ്. അതുകൊണ്ടാണ് അതിനെ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നത്. അപ്പൊ വിത്ത് എ സ്പെസിഫൈഡ് ഡേറ്റ് ആൻഡ് വിത്ത് എ സ്പെസിഫൈഡ് ടൈം ആൻഡ് വിത്ത് സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ ഗവൺമെന്റ് ഗ്യാരണ്ടീസ് the repayment of the principal amount and interest upon a particular security. It is called a government security or gilt-edged security. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ ഈ ഇത്ര സമയത്തേക്കാണ് ഈ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് ഗവൺമെന്റ് പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഗവൺമെന്റ് എഗ്രി ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. പരമാവധി അതിന്റെ ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 20 years ആണ്. അപ്പൊ ഗവൺമെന്റിന് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് കൂടുതൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് ഫണ്ട് കണ്ടെത്തേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഈസ് ഹാവിംഗ്
the power to issue such securities when it is needed for the development of the concerned state. അതായത് സംസ്ഥാനങ്ങളുടെ ഡെവലപ്മെന്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് വേറെ സോഴ്സില് ഗവൺമെന്റിന് കണ്ടെത്താനായിട്ട് സാധിക്കില്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 years ആണ്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ലോങ് ടേം ലോൺസ് മാർക്കറ്റ്. ഡെവലപ്മെന്റ് ബാങ്ക്സ്, അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ് തുടങ്ങി ലോങ് ടേം ലോൺസ് സപ്ലൈ ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻസും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ലോങ് ടേം ലോൺസ് മാർക്കറ്റ്. ഇപ്പൊ 8 വർഷം വരെയുള്ള കാലപരിധിയിലേക്ക് വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് കൊടുക്കുന്ന വായ്പകള്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിട്ടുള്ള വായ്പകള്, വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന വായ്പകള്, അതേപോലെ തന്നെ അഗ്രികൾച്ചറിന് ചതുപ്പ് നിലങ്ങളായിട്ട് കിടക്കുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതായിട്ടുള്ള ലോണുകള് തുടങ്ങി ഇംപ്രൂവ്മെന്റ് ഓഫ് ലാൻഡ് ഓർ ഇംപ്രൂവ്മെന്റ് ഓഫ് എനി ആക്ടിവിറ്റി കമ്മിങ് അണ്ടർ ദ ലോങ് ടേം ലോൺസ്. 2 വർഷത്തിൽ കൂടിയ ഡ്യൂറേഷനിലേക്ക് കൊടുക്കുന്ന എല്ലാവിധത്തിലുള്ള ലോണുകളെയും നമ്മൾ സാധാരണ കേസിൽ ലോങ് ടേം ലോൺസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിന് ഈ ലോങ് ടേം ലോൺസിനെ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതില് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ടേം ലോൺസ്. ലോങ് ടേം ലോൺസിനെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടേം ലോൺസ്. ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോൺ ഇഷ്യൂഡ് ബൈ ദ ടേം ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് constituted according to the special act passed in the parliament. അതായത് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള പ്രത്യേക നിയമപ്രകാരം ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ലോണുകളെയാണ് നമ്മൾ പറയുന്നത് ടേം ലോൺസ്. IDBI, ICICI, SFC, അതേപോലെ തന്നെ നബാർഡ്, പിന്നെ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഓർഗനൈസേഷൻസ്, പബ്ലിക് സെക്ടർ കൊമേഴ്സ്യൽ ബാങ്ക്സ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ലോണുകളെയാണ് ടേം ലോൺസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സ്പെസിഫൈഡ് ടൈം പീരിയഡിനായിരിക്കും ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടേം സ്പെസിഫൈഡ് ആണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ലോണിനെ നമ്മൾ ടേം ലോൺസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ ലോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് മോർട്ട്ഗേജ്. മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല് that market which is providing loans and advances on the security of immovable properties. ഇപ്പൊ സ്ഥലത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെഷീനറിയുടെ സെക്യൂരിറ്റിയിലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ലോൺ എന്ന് പറയുന്നതാണ് മോർട്ട്ഗേജ് ലോണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നതാണ് മോർട്ട്ഗേജ് മാർക്കറ്റ്. അപ്പൊ നമ്മൾ ഗോൾഡോ അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയോ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റികളോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണെങ്കിൽ എന്താണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നേരിട്ട് നമുക്ക് ആ കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാം. പക്ഷെ നമ്മളെ കൈവശമുള്ള ഭൂമിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ മെഷീനറിയോ ഒക്കെ ആണെങ്കിൽ അത് നമ്മളുടേതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആണ്. ആ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ പൊസഷൻ റൈറ്റും ഓണർഷിപ്പ് റൈറ്റും കാണിക്കുന്നതായിട്ടുള്ള ഡോക്യുമെന്റ്സ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ അവെയിൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ലോൺ ഈസ് കോൾഡ് മോർട്ട്ഗേജ് ലോൺ ആൻഡ് ദാറ്റ് മാർക്കറ്റ് ഈസ് കോൾഡ് മോർട്ട്ഗേജ് മാർക്കറ്റ്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് ചില സ്ഥാപനങ്ങള് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനോ ഒക്കെ വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ലോൺ കൊടുക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ തയ്യാറാവണമെങ്കിൽ ഈ ലോൺ വാങ്ങി
വാങ്ങിക്കുന്ന ആളുകൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഗ്യാരണ്ടി ആയിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസോ മൂവബിൾ പ്രോപ്പർട്ടീസോ ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഇവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ലോണ് എന്തെങ്കിലും കാരണവശാൽ ഇവര് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഈ കൺസേൺഡ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന നഷ്ടം നികത്താമെന്ന് വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻസോ സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസോ ഗ്യാരണ്ടി കൊടുക്കണം. ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. നബാർഡ് പോലുള്ള ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഫാർമേഴ്സ് ഈ പറയുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് അടയ്ക്കുന്ന കാര്യത്തിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി നബാർഡ് ടു പേ ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ബിലോങ്സ് ടു എ പർട്ടിക്കുലർ കോഓപ്പറേറ്റീവ് ബാങ്കിങ് ഓർഗനൈസേഷൻ. അപ്പൊ അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് ലോങ് ടേം ലോൺസ് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടേം ലോൺസ് മാർക്കറ്റ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോർട്ടഗേജ് മാർക്കറ്റ്, ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് വിച്ച് മേ അഗൈൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, namely the primary market and secondary market. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ലോൺസ് മാർക്കറ്റ്. അതിനെ 3 ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ടേം ലോൺസ് മാർക്കറ്റ്, മോർട്ടഗേജ് മാർക്കറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് മാത്രം കാണുന്ന ചില സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ കാണുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് പോലെ വെൽ ഡെവലപ്ഡ് അല്ല. ഇറ്റ് ഈസ് ഫേസിംഗ് വിത്ത് സർട്ടൻ ഇമ്പോർട്ടന്റ് ഡിഫക്റ്റ് ആൻഡ് ദസ് വി ക്യാൻ സീ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് most of the investors of the capital market in India depend mainly on debt instrument and against equity in particular for borrowing from the financial institutions. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലും ആ എല്ലാ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു കാരണവശാലും ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും തയ്യാറല്ല, പണ്ടും തയ്യാറല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ട് ഇപ്പോഴും സെലക്ട് ചെയ്യുന്നതും ദ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് റിട്ടേൺസ് താരതമ്യേന കുറവാണെങ്കിലും റിസ്ക് ഫ്രീ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ ബോണ്ട്, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെ പ്രിഫർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് മറ്റുള്ള മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് secondly, if any person is preferring debentures, most of them prefer to invest in convertible debentures. നിങ്ങൾ ഡിബഞ്ചേഴ്സിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞ കൊല്ലം കമ്പനി ലോയിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഡിബഞ്ചറിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ആ ക്ലാസിഫിക്കേഷൻസിൽ ഏതെങ്കിലും ആളുകൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഏതെങ്കിലും ആളുകൾ ഡിബഞ്ചർ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ ദേ ആർ പ്രിഫറിംഗ് ദ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. 5 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 കൊല്ലം
കൊല്ലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ടോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ടോ മാറ്റാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ യാതൊരു വിധത്തിലുള്ള എഫർട്ടും എടുക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഡിബഞ്ചേഴ്സിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷനിലുള്ള ഡിബഞ്ചറുകൾ കമ്പനികൾ ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ആളുകൾ ഈ പറയുന്ന ഡിബഞ്ചേഴ്സ് ഒന്നും പ്രിഫർ ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യയിലെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഡിബഞ്ചർ എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്നത് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് മാത്രമാണ്. ആ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് മാത്രം ഇഷ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ പ്രിഫറിംഗ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ഓൺലി ഇൻ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. അപ്പൊ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ ഡിബഞ്ചറിൽ പറഞ്ഞിട്ടുള്ള കാലാവധി തീരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഡിബഞ്ചർ ആണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഡിബഞ്ചേഴ്സിനുള്ള മാർക്കറ്റിംഗ് പോസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് the Indian investors are not selecting wide options for their investment. അതാണ് ഞാൻ പറഞ്ഞ പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് നമുക്ക് ഇപ്പോഴത്തെ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ ആളുകൾ ഇപ്പോഴും പാരമ്പര്യമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ മാർഗത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള ഓപ്ഷൻസ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നാലും ദേ ആർ നോട്ട് റണ്ണിങ് സ്മൂത്ത്ലി. നമുക്ക് ഓപ്ഷൻസ് കൊണ്ടുവരാമെന്നുള്ളതല്ലാതെ ആ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് അറിയാനോ ആ ഓപ്ഷൻസിൽ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒരു കാരണവശാലും ആളുകൾ തയ്യാറാവാത്തത് കൊണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ അതൊരിക്കലും ബെനഫിഷ്യൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് ഇഫ് എനി മെഗാ ഇഷ്യൂ ഈസ് അണ്ടർടേക്കൺ ബൈ ആൻ ഓർഗനൈസേഷൻ for raising the required amount of capital, it is only under the times of amalgamation or reconstruction of the company type of organizations. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം, എക്സ്പാൻഷൻ മോഡിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വേണമെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഇന്ത്യൻ കമ്പനികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ അമാൽഗമേഷനോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനോ നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസിൽ തന്നെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ചെയ്യുന്നത് അമാൽഗമേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ പോലെയുള്ള ഭീമമായിട്ടുള്ള പ്രോജക്റ്റുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അപ്പൊ എല്ലാ സമയത്തും എല്ലാ ടൈപ്പിലുള്ള സെക്യൂരിറ്റികളും എല്ലാ കമ്പനികളുടേതും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതും ഇൻവെസ്റ്റേഴ്സ് ഈ ആവശ്യം വരുന്ന സമയത്ത് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ്. ആളുകളുടെ കയ്യിൽ പണം വരുന്ന സമയത്ത് പല വിധത്തിലുള്ള ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്ഷൻസിനെ സംബന്ധിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കും. പക്ഷെ പലപ്പോഴും കമ്പനികൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല് അവർക്ക് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു. ആ സമയത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും കമ്പാരറ്റീവ്ലി കുറവാകും. അപ്പൊ ആളുകൾക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റല് ആവശ്യം വരുന്ന സമയത്ത് ഷെയർസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പാരറ്റീവ്ലി കുറവാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ അവോയ്ഡൻസ് ഓഫ് അണ്ടർറൈറ്റിംഗ് ബൈ സം കമ്പനീസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് and to avoid the scrutiny by foreign investors. അണ്ടർറൈറ്റിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പുതുതായിട്ട് കമ്പനികൾ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകൾ വാങ്ങിച്ചോളണമെന്നില്ല. അങ്ങനെ ആളുകൾ വാങ്ങിക്കാതെ വരുമ്പോൾ ഏതെങ്കിലും കമ്പനികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസോ ബൾക്കായിട്ട് ആളുകൾ വാങ്ങിക്കാതെ വരുന്ന സെക്യൂരിറ്റീസ് വാങ്ങിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് കമ്പനിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമ്പനികളും പ്രത്യേകിച്ച് ആദ്യം ഷെയർസ് ഒക്കെ
നേരിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലുള്ള പല ഓർഗനൈസേഷൻസും ഈ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. ദ മെയിൻ റീസൺ ഈസ് ടു ഗിവ് സപ്പോർട്ട് ടു ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാര് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റികൾ വാങ്ങിക്കാനായിട്ട് തയ്യാറല്ലെങ്കിൽ എത്ര സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ അണ്ടർ റൈറ്റിംഗ് നടത്തിയിട്ടുള്ളത് ഒരു ഇന്ത്യൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ പലപ്പോഴും കമ്പനികൾ അത് ഇന്ത്യൻ ഓർഗനൈസേഷൻസിന് ഷെയർസ് കൊടുക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ അവിടെ ഇൻവെസ്റ്റേഴ്സിന്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇല്ലാതാക്കാനും കഴിയും. പക്ഷെ അതിന് പകരം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അണ്ടർ റൈറ്റേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആരാഴ്ച ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും ഇന്ത്യൻ ഓർഗനൈസർ ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ പോലും അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ നല്ലൊരു ശതമാനം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കമ്പനിയെ കൺട്രോൾ ചെയ്യാനും അവരുടെ രാജ്യങ്ങളിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ റൺ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സബ്സിഡിയറീസ് ഓഫ് ബാങ്ക് ഫോർ ഫിനാൻഷ്യൽ സർവീസസ് ലീഡിംഗ് ടു ലാർജർ മൊബിലിറ്റി ഓഫ് റിസോഴ്സസ് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇപ്പൊ SBI ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ്, LIC ഓഫ് ഇന്ത്യ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, IDBI, SFC തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ വിൽപ്പന നടത്താനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാല് ആളുകൾ കൂടുതലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതേപോലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലോ. അപ്പൊ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ കൂടി തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് പിന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC, SBI ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ് തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വേറെ വിധത്തിലുള്ള സെക്യൂരിറ്റീസിന് ഒരു സ്പേസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ക്യാപിറ്റൽ മാർക്കറ്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ടിന്റെ ലാർജർ റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ കൂടി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് മറ്റുള്ള സെക്യൂരിറ്റീസ് പ്രിഫർ ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് മിക്കവാറും ക്യാപിറ്റൽ മാർക്കറ്റിൽ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ പല ഓർഗനൈസേഷൻസിന് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഓർഗനൈസേഷൻസിന് പുറമെ KSEB, അതേപോലെ തന്നെ സിറ്റി കോർപ്പറേഷൻസ്, അതേപോലെ തന്നെ പോർട്ട് ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആവശ്യം വരികയാണെങ്കിൽ ഇതേപോലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽപ്പന നടത്താനുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഡിബഞ്ചേഴ്സ്, ബോണ്ട് തുടങ്ങിയിട്ടൊക്കെ ഉള്ള ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഇപ്പൊ നമ്മള് രാജ്യത്തുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സാലറീഡ് ആയിട്ടുള്ള ആൾക്കാര്, അതേപോലെ തന്നെ ഫിക്സഡ് ഇൻകം കിട്ടുന്ന മറ്റു ഗ്രൂപ്പിൽ പെടുന്നതായിട്ടുള്ള ആൾക്കാര് എന്ന് പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റുകളല്ലാത്ത അംബാനി പോലുള്ള വലിയ കോർപ്പറേറ്റുകളല്ലാത്ത ആളുകള് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് മാത്രം കാണുന്ന പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ. ബാക്കി അടുത്ത ക്ലാസ്. താങ്ക് യു.